SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന KSU പരിപാടിക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ച് സ്കൂൾ മാനേജ്മെന്റ്. പത്തനംതിട്ട ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂളിനെതിരെയാണ് ആരോപണം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ നിർദ്ദേശം നൽകിയെന്നാണ് ആരോപണം. കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ക്ഷണിച്ചതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, വിശദാംശം. രജീഷ്, KSU അടൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഡ് അടൂർ എന്ന പരിപാടിയിലേക്കാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു ക്ഷണം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ടായത്. 10ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ +2 10 SSLC വിജയികൾക്ക് നൽകുന്ന അനുമോദന ചടങ്ങാണ് പരിപാടി. അതിലേക്കാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ക്ഷണം ഉണ്ടായത്. സാധാരണഗതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇതുപോലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്, അവർ പരിപാടി നടത്താറുമുണ്ട്, വിദ്യാർത്ഥികളെ അനുമോദിക്കാറുമുണ്ട്. പക്ഷേ ഈ ഔദ്യോഗികമായി സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്ഷണം ഉണ്ടാകാറില്ല. സ്കൂൾ മാനേജ്മെന്റ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പരിപാടിയിലേക്ക് അത്തരത്തിലുള്ളൊരു ക്ഷണമോ അല്ലെങ്കിൽ നിർദ്ദേശമോ ഒന്നും നൽകാറ് പോലുമില്ല. പക്ഷേ നിലവിൽ KSUവിന്റെ പരിപാടിയിലേക്കാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കണം, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം പങ്കെടുക്കണം എന്ന നിർദ്ദേശം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി രക്ഷിതാക്കളും എല്ലാം തന്നെ ഉയർത്തുന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ആയാൽ പോലും പരിപാടിയിൽ ഔദ്യോഗികമായി ക്ഷണിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തന്നെ പ്രദേശത്തെ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാറാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അതിൽ സ്കൂൾ മാനേജ്മെന്റ് നേരിട്ട് ക്ഷണിക്കുക എന്നും സ്വാഭാവികമല്ല. അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം, കുട്ടികൾക്ക് അനുമോദനം ലഭിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ക്ഷണിച്ചത് എന്നാണ്. പക്ഷേ അത്തരത്തിൽ ക്ഷണിക്കുക അത് തെറ്റായ കാര്യമാണ് എന്നാണ് ഈ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയമില്ല, വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം സ്കൂളുകളിൽ നിരോധിച്ച കാര്യം ഉൾപ്പെടെയാണ്. എന്നിട്ടും ഇത്തരത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നേരിട്ടൊരു ഇടപെടൽ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിൽ അത് ശ്രീരാജ്, എന്തായാലും പത്തനംതിട്ട ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂളിനെതിരെയാണ് KSUവിന്റെ പരിപാടിയിലേക്ക് സ്കൂൾ കുട്ടികളെ ക്ഷണിച്ചു എന്ന ആരോപണം ഉയരുന്നത്.